ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. സാരേ ജഗാം സെ അച്ച ഹിന്ദുസിത ഹമാര എന്ന് പാടുന്നത് പോലെ ഭാരതം എന്ന് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന കവി വള്ളത്തോൾ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 15 കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഭാരതീയർ ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് ഓഗസ്റ്റ് 15. കാരണം ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാളഹസ്തത്തിൽ അമർക്കപ്പെട്ട്, പിടിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട് അടിമകളായിരുന്ന നമുക്ക് വിമോചനം ലഭിച്ച, പാറിപ്പറക്കുവാൻ അവസരം ലഭിച്ച ഒരു അത്ഭുത നിമിഷമായിരുന്നു ഇന്ന് ഓഗസ്റ്റ് 15. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വിളിപ്പേരുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബൂട്ടിലിൻ്റെ അടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആയുധധാരികളായ പട്ടാളക്കാർ നമുക്ക് നേർക്ക് വരുമ്പോൾ അവർക്ക് നേരെ ഒരു ആയുധമേൽക്കാതെ, ഒരു ആരവവുമില്ലാതെ നേരിട്ട ധീര നേതാക്കന്മാരായിരുന്നു നമുക്ക്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഭായ് സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ദാവൂദ് തൊപ്പിയും അബ്ദുൽ കലാം ആസാദും തുടങ്ങിയ പ്രശസ്തരും പ്രശസ്തരല്ലാത്തവരും ആയ ഒരുപാട് ധീര നേതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാം ഈ സമയം നമ്മൾ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള മറ്റ് രാജ്യക്കാർ, അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റ് സമൂഹം മൊത്തം ഒരുമിച്ച് നമ്മൾ നോക്കുമ്പോൾ അസൂയയോടെ നോക്കിക്കാണുകയാണ്. കാരണം ഇന്ന് നമ്മൾ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ, ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ, വാർത്താവിനിമയത്തിൻ്റെ കാര്യത്തിൽ, ഏത് മേഖലയെടുത്ത് നോക്കിയാലും കലാ, സാഹിത്യ, സംസ്കാര, രാഷ്ട്രീയ, ആത്മീയ മേഖലയെല്ലാം തന്നെ നമ്മൾ മുമ്പന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞാൽ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഗോപുരമായി നിൽക്കുക എല്ലാവരുടെ മുമ്പിൽ. ഇതിനെല്ലാം കാരണമായി തീർന്നത് ചില ദേശസ്നേഹികൾ മുഖാന്തരമാണ്. അവരുടെ കണ്ണുനീരിൻ്റെ, അവരുടെ ത്യാഗത്തിൻ്റെ, അവരുടെ ചോരയുടെ, അല്ലെങ്കിൽ അവരുടെ ജീവൻ്റെ വിലയാണ്. ഒരു കാലത്ത് നമ്മൾ ഈ പിറന്ന ഈ മണ്ണിൽ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയാതെ വണ്ണം, ഒന്ന് ശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ വണ്ണം, നമ്മുടെ അഭിപ്രായങ്ങൾ ഒന്ന് തുറന്ന് പറയുവാൻ സ്വാതന്ത്ര്യം ലഭിക്കാതെ വണ്ണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇരുമ്പുചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് നമുക്ക് ഉയിർപ്പ് ലഭിച്ചത്, വിടുതൽ ലഭിച്ചത്, സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. 15 മുമ്പേ, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് രാവിലെയാണ്, അല്ലെങ്കിൽ സൂര്യോദയ സമയത്താണ്, പ്രഭാതത്തിലാണ്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു അർദ്ധരാത്രിയാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു രാത്രിയിൽ സ്വാതന്ത്ര്യം ലഭിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഈ രാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിലേ ഉള്ളൂ. ഈ ഫ്രീഡം മിഡ് നൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പേരുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ലാരി കോളീസിൻ്റെയും ഡൊമിനിക് ലാപ്പീരിൻ്റെയും പുസ്തകമാണിത്. ഈ പുസ്തകത്തിനുള്ളിലാണ് ഈ അർദ്ധരാത്രിയെക്കുറിച്ച്, ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവസാനം ഭരിച്ചിരുന്ന ഒരു മൈസ്ട്രോയായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറയുന്നത്. ഈ മൗണ്ട് ബാറ്റൻ പ്രഭു ഒരിക്കൽ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. ഈ പത്രസമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേക പത്രപ്രവർത്തകർ അവിടേക്ക് വന്നു. അദ്ദേഹം അവരോടായിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഭാരതത്തെ തിരികെ ഭാരതത്തിൻ്റെ കൈകളിലേക്ക് മടക്കി തരികയാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങ് ആ ദിവസം എന്നാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം ഏതാണ് ചോദിച്ചപ്പോൾ തൻ്റെ മനസ്സിൽ പ്രത്യേക ദിവസങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി താൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഓഗസ്റ്റ് 15. അതിന് കാരണം ജപ്പാൻ ബ്രിട്ടന് മടക്കി ലഭിച്ച ഒരു നിമിഷമായിരുന്നു ആ ദിവസം. അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർക്കുണ്ടായ വിജയത്തെ ഓർത്ത ദിവസമായതുകൊണ്ട് താൻ ആ ദിവസം ഉറക്കെ പറഞ്ഞു ഓഗസ്റ്റ് 15. പിറ്റേ ദിവസം വാർത്തകളിലെല്ലാം ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും പറഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോഴാണ് ഇന്ത്യയിലുള്ള ജ്യോത്സ്യന്മാരെല്ലാം ഉണർന്നത്. ജ്യോത്സ്യന്മാരെല്ലാം പറഞ്ഞു, പാടില്ല പാടില്ല പാടില്ല, ആ ദിവസം വെക്കാൻ പാടില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഈ 15 ശേഷം ലഭിക്കരുത്. കാരണം 15 തൊട്ട് അങ്ങോട്ട് മുന്നോട്ട് ശുഭകാര്യങ്ങളൊന്നും നടക്കില്ല. ഒരുപക്ഷെ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നാൽ പോലും ഞങ്ങൾക്ക് രക്ഷപ്പെടുകയില്ല എന്ന് അവരൊന്നടങ്കം പറഞ്ഞു. വളരെ ധൈര്യത്തോടെ കൽക്കട്ടയിലുള്ള മദാനന്ദ് എന്ന് പറഞ്ഞൊരു ജ്യോത്സ്യൻ മുന്നിട്ട് ചെന്ന് പറഞ്ഞു ആ ദിവസം പാടില്ല എന്ന്. അങ്ങനെ എന്ന നിലയിൽ പല ചർച്ചകൾക്കൊടുവിൽ ഡൽഹിയിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം ഇങ്ങനെയായിരുന്നു: 14 രാത്രി അർദ്ധരാത്രിയിലായിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എങ്കിലും പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചതായിട്ട് കണക്കുകൂട്ടി ഓഗസ്റ്റ് 15 എന്ന് ഇപ്പോൾ നമ്മൾ അറിയപ്പെടും. ബന്ധുര കാഞ്ഞര കൂട്ടിലാണെങ്കിലും
ബന്ധനം ബന്ധനമേ പാരിൽ എന്ന കവിവാചകത്തോട് ചേർന്ന് നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിൽ അകത്തും പുറത്തുമായി നിരവധി പ്രതിസന്ധികൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക. ദൈനംദിന പത്രങ്ങളിൽ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാ വാർത്തകളും നമ്മളെ തലകുനിക്കുന്ന, നിരാശയിലാക്കുന്ന വാർത്തകളാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാമോ അത്രമാത്രം താഴ്ത്തിക്കെട്ടുന്ന വാർത്തകളാണ് നാം ദൈനംദിനം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. അക്രമത്തിൻ്റെയും പിടിച്ചുപറിയുടെയും പെൺവാണിഭത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും ഒക്കെ വാർത്തകളാണ് ദൈനംദിനം കാണുന്നത്. എന്ത് സംഭവിച്ചു നമ്മുടെ സമൂഹത്തിന്? എന്ത് സംഭവിച്ചു ഇന്ത്യ രാഷ്ട്രത്തിന്? വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് സ്ഥലകാല വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, സമയവ്യത്യാസമില്ലാതെ ഏത് സമയത്തും ഏത് പ്രായക്കാരനും ഏത് സ്ഥലത്തും പുകവലിക്കുകയും മദ്യപിക്കുകയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോയതാണ് അതിപ്രധാനമായ കാരണം. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ തെറ്റിലേക്ക്, ഈ അഴിമതിയിലേക്ക്, ഈ ലഹരിയുടെ പിടിയിലേക്ക് മനുഷ്യൻ ആണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ അതിപ്രധാനമായ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, മനുഷ്യൻ്റെ ഉള്ളിൽ സന്തോഷമില്ലാത്തതുകൊണ്ട്, സംതൃപ്തി ഇല്ലാത്തതുകൊണ്ട്, ആനന്ദമില്ലാത്തതുകൊണ്ട് മനുഷ്യൻ ആനന്ദം കയറി പിടിക്കാൻ നോക്കും. കാരണം മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. നമ്മളൊരാളെ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, ഹൗ ആർ യു? സുഖമാണോ? മനുഷ്യന് ഏറ്റവും ആവശ്യം സുഖമാണ്. ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യനെല്ലാം സുഖത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം നേടിയെടുക്കുന്നത്. അപ്പോൾ സുഖം ലഭിക്കാതിരിക്കുമ്പോൾ അവനവന് സാഹചര്യങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന സുഖങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് അവർ എത്തിപ്പിടിക്കും. അതിന് പ്രായപരിധിയില്ല. ഏത് പ്രായക്കാരനും, ഏത് ഭാഷക്കാരനും, ഏത് ജാതിയിലുള്ളവരും, ഏത് നിറത്തിലുള്ളവരും അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ എത്തിപ്പിടിക്കും. ഒരുപക്ഷെ ഈ ലോകത്തിൽ കിട്ടാവുന്ന സുഖങ്ങൾ നമ്മൾ ചുറ്റും നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഒരു കൊച്ചു കുഞ്ഞ് നിരാശയോടെ കരയുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കും. അവൻ അല്പനേരത്തേക്ക് സുഖത്തോടെ സന്തോഷത്തോടെ ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ഫോണിൽ അവൻ അഡിക്റ്റ് ആകും. അവൻ ഗെയിമിലേക്ക് കളിച്ച് അടുത്തടുത്ത സ്റ്റേജിലേക്ക് കയറി അകത്തേക്ക് ഡിപ്രഷനിലേക്ക് മാറും. അപ്പോൾ ഡിപ്രഷനിലേക്ക് മാറി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ നിന്ന് ആ ഫോൺ സന്തോഷമല്ല, സുഖമല്ല കൊടുത്തത്, മറിച്ച് നിരാശയാണ്. ഈ ലോകത്തിൽ ലഭ്യമാകുന്ന ഏത് സുഖങ്ങളും, നാം എത്തിപ്പിടിക്കുന്ന ഏത് സുഖങ്ങളും എടുത്തു നോക്കിയാലും അവ നമ്മൾ നിരാശയിലേക്ക്, ആശഭംഗത്തിലേക്ക്, മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. ഈ കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ട. നമുക്കറിയാം, അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ നമ്മൾ വായിച്ചതാണ്. ഫോൺ കൊടുത്തില്ല എന്നൊറ്റ പേരിൽ സ്വന്തം മാതാവിനെ കൊന്ന ഒരു കുഞ്ഞ്. ഫോൺ കിട്ടിയില്ല എന്നൊറ്റ കാരണത്തിൽ സ്വയം ആത്മഹത്യ ചെയ്ത ഒരു കുഞ്ഞ്. നോക്കി സമൂഹത്തിൻ്റെ പോക്ക് കണ്ടോ? അപ്പോൾ ഈ കുഞ്ഞ് ഒരു പക്ഷേ വളർന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, കുറച്ച് മെച്ചറാകുമ്പോൾ അവർക്ക് സുഖം ലഭിക്കും, എല്ലാം സംതൃപ്തി ലഭിക്കും എന്ന് ചിന്തിക്കും. പക്ഷേ അല്ല, നമുക്കറിയാം, ഒരു മെച്ചറാകുന്ന ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ സന്തോഷം ആഗ്രഹിക്കുന്ന ആ കാലഘട്ടത്തിൽ അവൻ സുഖം, സന്തോഷം ലഭിച്ചില്ലെങ്കിൽ അവ ചുറ്റുമുള്ള സന്തോഷങ്ങൾ എത്തിപ്പിടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രേമ വലയത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ പ്രേമത്തിലേക്ക് പോവുക. കാരണം പ്രേമത്തിന് പ്രായപരിധിയില്ല. ആരെയും പ്രേമിക്കുന്ന കാലഘട്ടമാണ്. കാരണം അടുത്ത കാലത്ത് 83 കാമുകയും 85 വയസ്സുള്ള കാമുകനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചുകൊണ്ട് വന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു 13 വയസ്സുള്ള പെൺകുഞ്ഞിനെയും 15 വയസ്സുള്ള ആൺകുഞ്ഞിനെയുമാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത് തിയേറ്ററിൽ വെച്ച്. നോക്കി, കാലഘട്ടം വല്ലാതെ ഭയാനകമായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്പനേരം സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ പ്രേമിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവിടെ അവർ സംതൃപ്തി ലഭിക്കുകയില്ല. അങ്ങനെ സംതൃപ്തി ലഭിക്കാതിരിക്കുമ്പോൾ അവർ ബ്രേക്കപ്പ് ചെയ്യും. ഈ ബ്രേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴാണ് നിരാശയിലേക്ക് പോകുന്നത്. കാരണം ഇഷ്ടമല്ലെന്ന് കാമുകി പറഞ്ഞു കഴിഞ്ഞാൽ കാമുകിയുടെ ദേഹത്തേക്ക് കാമുകൻ ആസിഡ് ഒഴിക്കുന്നു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തേക്ക് പെട്രോൾ ഒഴിക്കുന്നു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ചുറ്റി കൊണ്ടടിച്ച് കൊന്നുകളയുന്നു. ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ കാമുകന് കഷായത്തിൽ വിഷം കൊടുത്തു കൊല്ലുന്നു. നോക്കി, എന്ത് ക്രൂരമായ ലോകത്തേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യന് എങ്ങും സുഖം ലഭിക്കുന്നില്ല. കുറച്ചുകൂടെ മെച്ചറാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, വിവാഹ ജീവിതത്തെ കടന്നു കഴിയുമ്പോൾ സന്തോഷം ലഭിക്കും, സുഖം ലഭിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവിടെയും ലഭിക്കുകയില്ല. കാരണം കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടതാണ്, ഒരു ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊന്നു. ഒരു കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ കാമുകയും ഈ കാമുകനും കൂടെ സ്വന്തം ഭർത്താവിനെ ഇഞ്ചിഞ്ചായി കൊന്ന് പീസാക്കി കവറിൽ കൊണ്ട് കളഞ്ഞു. വളരെ ക്രൂരമായിക്കൊണ്ടിരിക്കുക മനുഷ്യനെങ്ങും സുഖമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല. അപ്പോൾ സംതൃപ്തിയില്ലാത്ത മനുഷ്യൻ സംതൃപ്തി തേടിക്കൊണ്ടേയിരിക്കും. സംതൃപ്തി കിട്ടാതെ ഇരിക്കുന്ന മനുഷ്യൻ സംതൃപ്തി കിട്ടുന്ന സ്ഥലമായ ലഹരിയുടെ മായാവലയത്തിൽ അകപ്പെടും. കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. അഥവാ തലച്ചോറിൽ സബ്സ്റ്റാനിഷാനി ഗ്രേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഡോപ്പോമിൻ പുറത്തേക്ക് വരുന്നത്. ഈ ഡോപ്പോമിൻ വന്ന ന്യൂക്ലിയസിൽ വന്ന് വീഴുമ്പോഴാണ് മനുഷ്യൻ സുഖം ലഭിക്കുക. അപ്പോൾ ഈ സുഖം ക്രമരഹിതമായി ഈ ലഹരിയിലൂടെ മനുഷ്യൻ ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ക്രമരഹിതമായി ഈ ലഹരിയോട് ലഭിക്കുന്ന സുഖം കൊണ്ട് മനുഷ്യൻ ക്രമരഹിതമായി പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യൻ ഈ കുഴഞ്ഞു മറിഞ്ഞ ഈ നീച പ്രവൃത്തികൾക്കെല്ലാം കാരണമായത്. ഒന്ന്. രണ്ടാമത്തെ കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ അടക്കി വാഴുന്ന തിന്മയുടെ ശക്തി, ദൃശ്യവും അദൃശ്യമായത് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നാം കാണുന്നതും കാണാൻ കഴിയാത്തതുമായ സകലതും പാപത്തിൻ്റെ പിടിയിലാണ്. ദൈവത്തിൽ നമ്മൾ അകറ്റുന്ന എന്തും പാപം എന്ന് പറയാം. കുറച്ചുകൂടി നന്നായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ സാധിക്കത്തില്ല. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിക്കുക മാത്രമല്ല, ദുർസ്വഭാവങ്ങളെല്ലാം മാറ്റണം നമ്മൾ ആഗ്രഹിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യും, പക്ഷേ സാധിക്കത്തില്ല.
ഇങ്ങനെ നല്ല കാര്യമൊന്നും ചെയ്യാതെ തിന്മകാര്യം മാത്രം ചെയ്യിപ്പിച്ച് നമ്മളെ നന്മയെന്ന് തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തിയാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാപം നമ്മൾ ചെയ്യുവാൻ കാരണം ഒന്ന്, നമ്മൾ ഉള്ളിൽ സന്തോഷമില്ലാത്തതുകൊണ്ട്, മറ്റൊന്ന് നമ്മൾ പാപിയായി ജനിക്കപ്പെട്ടു പോയതുകൊണ്ടാണ്. അതായത് നമ്മൾ പാപം ചെയ്ത് പാപികളാകുന്നതല്ല, തെറ്റ് ചെയ്ത് തെറ്റുകാരന്മാരായി തീരുകയല്ല, മറിച്ച് നമ്മൾ ഈ പാപപ്രകൃതിയാൽ ജനിച്ചു പോയതിനാൽ പാപപ്രവൃത്തി ചെയ്തു പോകുന്നതാണ്. ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആദ്യ മനുഷ്യൻ ആദാം ഹവ്വ അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു പാപം ചെയ്തതിന് ഫലമായി അവർ ദൈവത്താൽ ശപിക്കപ്പെട്ടു. അവർ ശപിക്കപ്പെടുക മാത്രമല്ല, അന്ന് മുതലുള്ള സകല മനുഷ്യവർഗവും ശപിക്കപ്പെടുവാനായി തീർന്നു. പ്രിയരെ, അങ്ങനെ നാം ഓരോരുത്തരും ശാപഗ്രസ്തരായി. ഒരുവൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരാത്തീർന്നിരിക്കുക. എല്ലാവരും പാപികളാണ്. അപ്പോൾ എല്ലാവരും ഈ പാപ സ്വഭാവത്തിൽ അടിമപ്പെട്ടിരിക്കുക. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. എല്ലാവരും പാപത്തിൻ്റെ ശിക്ഷയിൽപ്പെട്ടിരിക്കുക. അപ്പോൾ ബൈബിൾ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ നമ്മളെല്ലാം മരിക്കണം. മരണം നിത്യമായ മരണത്തിലേക്ക്, നരകത്തിലേക്ക് മനുഷ്യനെല്ലാം പോകണം. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് മനുഷ്യരെല്ലാം മാറ്റപ്പെട്ടപ്പോൾ, മനുഷ്യൻ രക്ഷപ്പെടുവാൻ യാതൊരു മാർഗ്ഗമില്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച വ്യക്തിപ്രഭയാണ് കർത്താവായ യേശുക്രിസ്തു. ആരാണ് യേശുക്രിസ്തു എന്ന് ചോദിച്ചാൽ, പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന രക്ഷകൻ. അഥവാ യേശുവിൻ്റെ പേര് തന്നെ രക്ഷകൻ എന്നാണ്. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷക്തൻ എന്നാണ്. എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായ അഭിഷക്തൻ എന്നാണ് യേശുക്രിസ്തുവിൻ്റെ പേര്. യേശുക്രിസ്തുവിനെ ഒട്ടനവധി പേരുകളിൽ ബൈബിളിൽ കാണാൻ കഴിയും. യേശുക്രിസ്തുവിനെ ആദ്യമായി ഇമ്മാനുവേൽ എന്ന് വിളിച്ചു, ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥം. യേശുക്രിസ്തുവിനെ പിന്നീട് വിളിച്ചവരാണ് കർത്താവ്, വ്യക്തിപരമായ വിശ്വാസിയെ കർത്തൃത്വം നടത്തുന്നവൻ എന്നർത്ഥം. അതിനുശേഷം വിളിക്കപ്പെട്ടവരാണ് വചനം ജഡമായി തീർന്നു, മനുഷ്യരിടയിൽ പാർത്തു. അതിനുശേഷം വിളിക്കപ്പെട്ടവരാണ് പിതാവായ ദൈവം, അല്ലെങ്കിൽ ദൂതന്മാർ. അവനെ വിളിച്ചവരാണ് സ്നാന സമയത്തും തൻ്റെ പുനരുത്ഥാന സമയത്തും ഒക്കെ വിളിച്ചവരാണ് ഇവരെൻ്റെ പ്രിയപുത്രൻ, ദൈവപുത്രൻ എന്നൊക്കെ. എന്നാൽ യേശുക്രിസ്തു തന്നെത്താൻ വെളിപ്പെടുത്തിയിരുന്ന പേര് മനുഷ്യപുത്രൻ എന്നാണ്. വിശുദ്ധ ബൈബിളിനെ പഠിക്കുമ്പോൾ ഒട്ടനവധി പേരുകൾ ബൈബിളിൽ യേശുവിനെ കുറിച്ച് കാണാൻ കഴിയും. അവൻ രാജാവാണ്, കർത്താവാണ്, വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്, നിത്യപിതാവാണ്, അടുത്തുകൂടെ വിളിച്ചത് വസിക്കുന്നവനാണ്, അൽഫയും ഒമേഗയാണ്, സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപിയാണ്. അവനെക്കുറിച്ച് പറയുവാൻ ഒട്ടനവധി പേരുകൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ, യേശുവിനെ നടത്തറിയുവാൻ ഒരു പേരെന്ന് പറയാം. ആ പേര് വണ്ടർഫുൾ കൗൺസിലർ എന്നാണ്. എന്ന് വെച്ചാൽ അത്ഭുത മന്ത്രി. എന്തുകൊണ്ട് അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞു ചോദിച്ചാൽ, യേശുവിനെ നമ്മൾ എങ്ങനെ നോക്കിക്കണ്ടാലും അത്ഭുതം തന്നെയാണ്. യേശുവിൻ്റെ ജനനം അത്ഭുതമാണ്, യേശുവിൻ്റെ ജീവിതം അത്ഭുതമാണ്, യേശുവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമാണ്, യേശുവിൻ്റെ മരണം അത്ഭുതമാണ്, യേശുവിൻ്റെ മരിച്ചതിന് ശേഷം 3 നാൾ ഉയർത്തെഴുന്നേൽപ്പ് അത് അത്ഭുതമാണ്. അപ്പോൾ യേശുവിൻ്റെ മൊത്തത്തിൽ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം യേശുവിൻ്റെ ജനനം അത്ഭുതമാണ്. നോക്കിയേ, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ചരിത്രമുണ്ട്, ശരിയാണ്. പക്ഷേ ഇന്നും ചരിത്രം രചിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ജനിക്കുന്ന മുമ്പേ ഏതാണ്ട് ആയിരക്കണക്കിന് പ്രവാചകന്മാരിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പേ രചിക്കപ്പെട്ടു. ഇന്ന വ്യക്തി ഇന്ന നിലയിൽ ഇങ്ങനെ ഇന്ന വ്യക്തിയിലൂടെ ജനിക്കുമെന്ന്, ജനിച്ച് ജീവിക്കുന്നത് ഇങ്ങനെയായിരിക്കും, താൻ ഇങ്ങനെയായിരിക്കും മരിക്കുന്നത് എന്ന് വ്യക്തമായി പ്രവചിക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ തൻ്റെ ജനനം ഒരു അത്ഭുതമാണ്. മാത്രമല്ല, താൻ ജനിക്കുമ്പോൾ തനിക്ക് മുമ്പേ തൻ്റെ മാതാപിതാക്കളുടെ വംശാവലി വരെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തൻ്റെ അമ്മയുടെ വംശാവലി ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് 73 തലമുറകൾ അവിടെ കാണാൻ കഴിയും. അതുപോലെ തൻ്റെ പിതാവിൻ്റെ വംശാവലി ബൈബിൾ കൊടുത്തിരിക്കുന്നത് 43 തലമുറകൾ അവിടെ കാണാൻ കഴിയും. മാത്രമല്ല, താൻ ജനിക്കുന്ന മുമ്പേ ഇതെല്ലാം രേഖപ്പെടുത്തിയത് മാത്രമല്ല, താൻ രേഖപ്പെടുത്തിയതുപോലെ തന്നെ യേശുക്രിസ്തു ജനിക്കുകയുണ്ടായി. അതായത് കന്യകയായ സ്ത്രീയിൽ യേശു ജന്മമെടുത്തു. അത് അസഭ്യമാണ്. കാരണം നമുക്കറിയാം, സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുകയില്ല. എന്നാൽ സയൻസ് പറയുന്നത് പാർത്തോൾ എന്ന പ്രക്രിയയിലൂടെ പുരുഷ ബീജം കൂടാതെ മുട്ടയിൽ നിന്ന് വിരിയുമെന്നും, അതിനുശേഷം 1997 ക്ലോണിംഗ് വഴി ആടിനെ സൃഷ്ടിച്ചു, മോളിയൻ ആടിനെ. അതിനുശേഷം ഒരു ടിഷ്യൂ കൾച്ചർ വഴി ഒരുപാട് ശാസ്ത്രീയമായി മനുഷ്യൻ ഒരു സ്ത്രീയുടെ കോശം മാത്രം എടുത്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊക്കെ ശാസ്ത്രം തെളിയിച്ചു. അങ്ങനെ ശാസ്ത്രത്തിൽ ഇത്രയും കഴിയുമെങ്കിൽ സർവ്വചരാചരത്തെ സൃഷ്ടിച്ച, ഒന്നുമില്ലായിരുന്ന ശൂന്യമായിരുന്ന സ്ഥലത്ത് സർവ്വചരം സൃഷ്ടിച്ച, ഉളവാകട്ടെ എന്നൊറ്റ വാക്ക് സൃഷ്ടിച്ച ദൈവത്തിന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശുവായി ജനിച്ചു വരുവാൻ നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതം തന്നെയാണ്. പക്ഷേ ദൈവത്തിന് അസാധ്യമല്ല. അപ്പോൾ യേശുവിൻ്റെ ജനനം അത്ഭുതമാണ്. യേശുവിൻ്റെ ജനനം മാത്രമല്ല അത്ഭുതം, യേശുവിൻ്റെ ജീവിതം അത്ഭുതമാണ്. യേശുവിൻ്റെ ജീവിതം എങ്ങനെ അത്ഭുതമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം യേശുവിൻ്റെ അതേ കാലഘട്ടം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ താൻ വിശുദ്ധനായ വ്യക്തിയാണ്. കാരണം മനുഷ്യരുടെ ഇടയിൽ നിൽക്കാതെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി താൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൂരെ മാറി താമസിച്ച് വിശുദ്ധിയോട് നിൽക്കുന്ന വ്യക്തി ഇടയ്ക്ക് വന്ന് വളരെ ഉച്ചത്തിൽ പ്രഭാഷണം ചെയ്യാറുണ്ട്. അപ്പോൾ സമൂഹത്തെ നോക്കി ഉച്ചത്തിൽ പ്രഭാഷണം ചെയ്യും, നിങ്ങൾ പാപം ചെയ്യരുത്, തെറ്റിയിരുന്നൊക്കെ പറഞ്ഞ് പ്രഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആ മനുഷ്യരുടെ ഇടയിൽ, പാപികളായ മനുഷ്യരുടെ ഇടയിൽ വിശുദ്ധമായ ഒരു മനുഷ്യനെ കാണുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ. താൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കാലിൽ നിന്നുള്ള ചെരുപ്പിൻ്റെ ഭാരം പോലും ഞാൻ യോഗ്യനല്ല, ദൈവത്തിന് കുഞ്ഞാടി വിശുദ്ധനായ മനുഷ്യൻ എന്ന്. നോക്കിയേ, പാപികളുടെ ഇടയിൽ പാപം ചെയ്യാൻ ജീവിക്കുന്നത് ഒരു അത്ഭുതമാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതവും ഒരു അത്ഭുതമാണ്. യേശുവിൻ്റെ പ്രവൃത്തികൾ തന്നെ അത്ഭുതമാണ്. യേശുവിൻ്റെ പ്രവൃത്തി നമുക്കറിയാം, ഒട്ടനവധി അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. വെള്ളത്തെ വീഞ്ഞാക്കുക, വെള്ളത്തിന് മുകളിൽ നടക്കുക, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക, ഒട്ടനവധി അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. യേശു ചെയ്ത അത്ഭുതങ്ങൾ ഒരു പുസ്തകം എഴുതിയാൽ തീരുകയില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്.
അപ്പോൾ ഇത്രമാത്രം അത്ഭുതം ചെയ്ത വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു. യേശുവിൻ്റെ പ്രവൃത്തിയും അത്ഭുതമായിരുന്നു. മാത്രമല്ല യേശുവിൻ്റെ മരണവും അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ മരണം എങ്ങനെ അത്ഭുതമാകും എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ മരണം നമ്മെ രക്ഷിക്കുവാനാണ്. അഥവാ പാപത്തിന് ശമ്പളമായി നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മളെ രക്ഷിക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചത്. യേശു പാപിയായിട്ടല്ല മരിച്ചത്. യേശു പാപം ചെയ്തിട്ടല്ല ആ ക്രൂശിലെ തെറ്റ് ശിക്ഷ ഏറ്റെടുത്തത്. മറിച്ച് പാപമില്ലാത്ത യേശു എന്ന് പറയാൻ കാരണം, യോനാശ്നാവും പറഞ്ഞു, ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനിൽ പാപമില്ല എന്ന്. തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോയ പടയാളികൾ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയിട്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുരുഷൻ എന്ന്, ഇവന് കുറ്റമില്ല എന്ന്. പിലാത്തോസ് പറഞ്ഞു, ഇവൻ നീതിമാൻ എന്ന്, അവനിൽ പാപമില്ല എന്ന്. ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, അവൻ വിശുദ്ധനായിരുന്നു എന്ന്. തൻ്റെ കൂടെ ക്രൂശിക്കാൻ കിടന്ന മനുഷ്യൻ പറഞ്ഞു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാൻ എന്ന്. അപ്പോൾ അന്നും ഇന്നും എന്നും എല്ലാ മനുഷ്യരും ഒരു വയസ്സുരത്തിൽ പറഞ്ഞു, യേശു നീതിമാൻ എന്ന്. യേശു തന്നെ സ്വയം പറഞ്ഞു, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും, ആർക്കും കഴിയുകയില്ല. അപ്പോൾ പാപമില്ലാത്ത മനുഷ്യൻ, ഈ പാവമില്ലാത്ത മനുഷ്യൻ പാവങ്ങളായ നമുക്ക് വേണ്ടി നമ്മുടെ പാപം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിലേക്ക് പോവുകയാണ്. ഓക്കെ, ആ ക്രൂശിലേക്ക് പോകുന്ന ആ മരണം നമുക്ക് വേണ്ടിയായിരുന്നു. താൻ ക്രൂശിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പായി അല്പനേരം കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ കണ്ണീർ തുള്ളികൾ രക്തത്തുള്ളികളായി വീണു, തൻ്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി താഴേക്ക് വീഴുന്നു. ഓക്കെ, അതിങ്ങനെ സംഭവിക്കും. സയൻസ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഹൃദയടിപ്പ് കൂടിയാൽ, വേദന കൂടിയാൽ, ഹൃദയടിപ്പ് കൂടിയാൽ രക്തധമനിയിലൂടെ രക്തം ഭയങ്കര സ്പീഡിൽ ഒഴുകും. ഈ വളരെ വേഗത്തിൽ ഒഴുകുന്ന ഈ രക്തം ചെറിയ നരമ്പുകൾ പൊട്ടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ നരമ്പുകൾ പൊട്ടിക്കഴിഞ്ഞാൽ പുറത്തുള്ള നമുക്ക് 3 ലെയറാണ് സ്കിന്നിനുള്ളത്. ആ സെക്കൻഡ് ലെയറിലേക്ക് ഇത് പാട പോലെ കിടക്കും. ഈ പാട പോലെ കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെ സെല്ല്, അല്ലെങ്കിൽ നമ്മുടെ തൊലി സ്കിന്നിലുള്ള സെല്ലുകൾ വികസിക്കുകയും രോമത്തിൻ്റെ സെല്ലിലൂടെ, അല്ലെങ്കിൽ വേർപ്പ് തുള്ളികൾ പുറത്തു വരുന്ന സെല്ല് വികസിച്ച് അതിലൂടെ വേർപ്പിൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. സയൻസ് പറയുന്നത് സംഭവം സത്യമാണ്, യേശു എന്ന് സംഭവിച്ചതും സത്യമാണ്. മാത്രമല്ല സയൻസ് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നരമ്പ് നമ്മുടെ കണ്ണിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ തൻ്റെ കണ്ണിൽ നീർ തുള്ളികൾ പുറത്തു വന്നപ്പോൾ തൻ ചെറിയ നരമ്പുകൾ പൊട്ടിയതുകൊണ്ട് രക്തത്തുള്ളികൾ താഴേക്ക് വീണു, അതും സത്യമാണ്. അപ്പോൾ ഇത്രമാത്രം താൻ വേദനയോടെ, അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന വരുമ്പോഴേ അത്രമാത്രം ഭയാനകമായ വേദന വന്നാലേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അത്രമാത്രം ഭയാനകമായ വേദന വരുവാൻ കാരണം എന്താണ് പ്രിയരെ? അത് നമുക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപത്തിനു വേണ്ടിയും യേശു അവിടെ കരയുക. കാരണം നമുക്ക് വേണ്ടി നമ്മൾ രക്ഷിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ഒരുപക്ഷെ ഈ ബന്ധനത്തിലാണെങ്കിൽ, സ്വാതന്ത്ര്യമില്ലാതെ പാവക്കുഴിയിലാണെങ്കിൽ, സ്വാതന്ത്ര്യമില്ലാതെ പുകവലിയോ മദ്യപാനോ മറ്റ് ലഹരിപദാർത്ഥങ്ങളിലോ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ, താങ്കൾക്ക് വേണ്ടിയാണ് യേശു കരുതുന്നത്. താങ്കളെ രക്ഷിക്കുവാൻ, താങ്കൾക്ക് വിടുതൽ നൽകുവാനാണ് യേശു കരുതുന്നത്. നോക്കിയ ആ യേശുവിൻ്റെ ക്രൂശിലേക്ക് നടത്തി ചെന്നാൽ താങ്കൾക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാകും. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഈ മനുഷ്യർ യേശുവിനെ കൊണ്ടുപോയ, എന്നിട്ട് അവനെ മാറി യേശുവിനെ ചെവുക്കലിനടിക്കുകയും ഉഷ്ടികുത്തു ഇടിക്കുകയും അസഭ്യം പറയുകയും മുഖത്തുനിന്ന് നാണയത്തൊട്ടുകൾ കൊണ്ട് രോമം പറിച്ച് എടുക്കുകയും ചെയ്തു. നോക്കി, ഈ വേദന സഹിച്ചതെല്ലാം സുഹൃത്തെ താങ്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയട്ടെ, ഒരു പക്ഷേ ചെവിക്കാലിനടിക്കുമ്പോൾ ചെവിക്കാലിൽ പൊട്ടിയെങ്കിൽ അത് നമുക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ സുഹൃത്തെ, താങ്കൾ ഈ പ്രായം വരെയും ഈ നിമിഷം വരെയും താങ്കൾ കേട്ടിട്ടുള്ള എല്ലാ തെറ്റായ പ്രവൃത്തികൾക്കും വേണ്ടിയല്ലേ യേശു ഇവിടെ സഹിച്ചത്. താങ്കൾക്ക് വിടുതൽ നൽകുവാൻ, നിങ്ങളുടെ കാതിൻ്റെ ശിക്ഷയ്ക്ക് ഒരു മോചനം നൽകുവാൻ ആണ് യേശു ആ വേദന സഹിച്ചത്. അവരെ സഭ്യം പറയുകയും അവനെ കാകൽ തുപ്പുകയും ചെയ്തു. അതെന്തിനാണെന്നറിയാമോ? നമുക്ക് വേണ്ടിയാണ്. പ്രിയനെ, നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന എന്തുമാത്രം തെറ്റായ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞിട്ടുള്ള സകല തെറ്റിൻ്റെയും ശിക്ഷ യേശു നമുക്ക് വേണ്ടിയോട് സഹിച്ചു. സ്തോത്രം. മാത്രമല്ല അതിനുശേഷം അവനെ ചാട്ടവാർ കൊണ്ട് മാറി അടിച്ചു. ഈ ചാട്ടവാർ കൊണ്ടടിക്കുമ്പോൾ ദേഹം മുഴുവൻ മുറിഞ്ഞ് ഓരോ അടി കൊണ്ട ഭാഗത്ത് വീണ്ടും കൊണ്ടുമ്പോൾ മാംസം പറഞ്ഞ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടാൽ ആളിൽ നിന്ന് വിരൂപമായ മാംസ കഷ്ണമായി കിടക്കുക. ഈ ശരീരത്തിൽ ഇത്ര അടി കേട്ടത് സുഹൃത്തെ നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത സകല പാപത്തിനും വേണ്ടിയല്ലേ? ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. പക്ഷേ നമ്മൾ സൂക്ഷിക്കാതെ തെറ്റായ പ്രവൃത്തികൾക്ക് നമ്മുടെ ശരീരത്തെ കളയല്ലേ? അപ്പോൾ ഈ ശരീരത്തിന് ശിക്ഷ യേശു നമുക്കൊരു സഹിച്ചു. കാരണം നമ്മുടെ ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്കൊരു മോചനം തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. സ്തോത്രം. തീർന്നില്ല. അതിനുശേഷം യേശുവിൻ്റെ തലയിലേക്ക് ഒരു മുള്ളുകൊണ്ട് കീടമുണ്ടാക്കി അവർ വെക്കുന്നു, കോലുകൊണ്ട് അടിക്കുന്നു. ആ വേദന യേശു സഹിക്കുക. എന്തിനാണെന്നറിയോ? ഈ സമയം വരെയും നമ്മുടെ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന തെറ്റായ ചിന്തകളുണ്ടല്ലോ, വിചാരമുണ്ടല്ലോ, വികാരമുണ്ടല്ലോ, പ്രവൃത്തികളുണ്ടല്ലോ, അവയെല്ലാം ശിക്ഷ യേശുവോട് സഹിക്കുക. നമുക്ക് വിമോചനം തരുക. ഇന്ന് മുതൽ താങ്കളുടെ ചിന്തകൾ നന്മയിലേക്ക് മാത്രമാകട്ടെ. നമ്മുടെ രാഷ്ട്രത്തിന് നന്മയ്ക്ക് വരുന്ന, സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുവാൻ താങ്കളെ ദൈവം സഹായിക്കട്ടെ. മാത്രമല്ല ശേഷം യേശുവിൻ്റെ തോളിലേക്ക് ആ കുരിശെടുത്ത് നടക്കുവാൻ വേണ്ടി കൊടുക്കുന്നു. യേശു ആ കുരിശും ചുമന്നുകൊണ്ട് വേദന കൊണ്ട് നടന്ന് നീങ്ങുന്നു. ആ ചുമന്നത് പ്രിയനെ താങ്കൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി. ഒരുപക്ഷെ താങ്കൾ ഇതുവരെ ചുമന്നിട്ടുള്ള തെറ്റായ പ്രവൃത്തികൾ, തെറ്റായ സ്വഭാവങ്ങൾ, തെറ്റായ ചിന്തകൾ, വികാരങ്ങൾ എന്തുമായിക്കോട്ടെ, അതല്ല യേശുവോട് ചുമത. അതിന് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കും. നിൻ്റെ പാവം എത്രമാത്രം ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലും വിളിപ്പിപ്പാൻ തൊക്കണം യേശു സർവശക്തന. നിൻ്റെ പാവത്തെ ഏറ്റു പറയുന്നുവെങ്കിൽ ക്ഷമിപ്പാൻ തൊക്കണം. ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. താങ്കളെ ദൈവം സ്നേഹിക്കുന്നു. താങ്കളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. മാത്രമല്ല താങ്കളുടെ ഏത് വേദന ആയിക്കോട്ടെ, ആ വേദനയെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആ വേദനയ്ക്കുള്ള പരിഹാരം അവൻ നൽകും. നിൻ്റെ ഭാര്യൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ ചുമന്നുകൊള്ളാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്.
ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. താങ്കളുടെ നുറുക്കത്തെ, താങ്കളുടെ വേദനയെ യേശു അറിയുന്നു. താങ്കൾക്ക് ഒരു വിടുതൽ നൽകുവാൻ യേശു ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സുഹൃത്തെ, അങ്ങനെ യേശു നടന്ന് പോകുമ്പോൾ ചരിത്രം പറയുന്നത് താൻ ഒന്ന് വീഴുമ്പോൾ തൻ്റെ തലയിലുണ്ടായിരുന്ന ആ മുള്ളിൽ നിന്ന് ഒരു മുള്ള് തൻ്റെ ഇടത്തിൽ കണ്ണിലേക്ക് തുളച്ച് കയറി. അപ്പോൾ വീണ ഇടയ്ക്ക് ആ കുരിശ് ആ മരവങ്ങളുടെ ദേഹത്തേക്ക് വന്ന് വീണപ്പോൾ തൻ്റെ കണ്ണിലൂടെ ആ മുള്ള് തുളച്ച് കയറിയപ്പോൾ ആ ഒരു കണ്ണ് പുറത്തു ചാടി എന്നൊക്കെയാണ് ചരിത്രം പറയുക. നോക്കട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന തെറ്റായ എല്ലാ തെറ്റിൻ്റെ ശിക്ഷ യേശു സഹിക്കുക. പ്രിയരെ, നോക്കിയേ, കൺമോഹം ജഡമോഹം ജീവിത പ്രതാപം. ഒരു കാര്യം കണ്ണുകൊണ്ട് കാണുകയും മോഹം ഗർഭം ധരിക്കുകയും പാപത്തെ പ്രസവിക്കുകയും ചെയ്യുകയാണ് പാപം ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണുകൊണ്ട് ചെയ്തിട്ടുള്ള സകല പാപത്തിന് ശിക്ഷ യേശു നമുക്ക് വേണ്ടി സഹിച്ചു. താങ്കൾ ഈ നല്ല കാര്യങ്ങൾ നോക്കുവാൻ, നമ്മുടെ രാജ്യത്തിന് നന്മയിലേക്ക് കൊണ്ടുവരുവാൻ താങ്കളുടെ കണ്ണുകൊണ്ട് കഴിയും. താങ്കളുടെ ദൈവം അങ്ങനെ സഹായിക്കട്ടെ. മാത്രമല്ല, യേശു നടന്ന് ക്രൂശിക്കപ്പെടുന്ന സ്ഥലത്തെത്തുന്നു. അവർ യേശുവിൻ്റെ കൈ എടുത്ത് ആ മരക്കുരിശിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ആണി കൊണ്ട് ആഞ്ഞടിക്കുന്നു. അടി കൊണ്ട് യേശു വളരെ വേദന സഹിച്ച് കിടക്കുമ്പോൾ ആ കുരിശ് മുകളിലേക്ക് ഉയർത്തും. അപ്പോൾ ഈ ആണിയിൽ തൂങ്ങി കിടക്കുന്ന കൈകൾ വേദന സഹിക്കാൻ കഴിയുകയില്ല. ഒരു സ്നേഹിത, അത് നമുക്ക് വേണ്ടിയായിരുന്നു. നമ്മൾ എന്തുമാത്രം തെറ്റായ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളോട് ചെയ്തിട്ടുള്ളത്. അതിന് ശിക്ഷ യേശുവോടെ സഹിച്ചു. എന്തിനാ? നമുക്ക് വിമോചനം നൽകുവാൻ, നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ. തീർന്നില്ല, യേശുവിൻ്റെ കാലുകൾ അവർ ആ മരക്കുരിശിലേക്ക് ചേർത്ത് വെച്ച് ആണികൾ തറയ്ക്കപ്പെട്ടു. എന്തിനറിയാമോ? നമ്മൾ ഇത്രമാത്രം തെറ്റായ വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുക, തെറ്റായ നീച പ്രവൃത്തികൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇനി പോകരുത്. താങ്കൾ യേശു വിമോചനം ധരിക്കുക. ആ കാലം ദൈവത്തിനായി നല്ല കാര്യം ചെയ്യുവാൻ, സമൂഹത്തിന് നല്ല കാര്യം ചെയ്യുവാൻ, സമൂഹത്തിന് വേണ്ടി ഓടുവാൻ, വീടിന് വേണ്ടി ഓടുവാൻ, തനിക്ക് നന്മയ്ക്ക് താങ്കൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ഓടുവാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് വരുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി താങ്കളെ ക്ഷണിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താങ്കൾ രക്ഷപ്പെടും, താങ്കളുടെ കുടുംബം രക്ഷപ്പെടും. ഒരു ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പുതിയ സൃഷ്ടികൾ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, അത് പുതിയതായി നിർമ്മിക്കുന്നു. അങ്ങനെ പുത്തൻ വ്യക്തിയായി തീരുവാൻ, പുതിയൊരു സമൂഹത്തിന് തുടക്കം കുറിക്കുവാൻ, നമ്മുടെ രാജ്യത്തിന് ഇനി മേന്മയിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ താങ്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സാന്ത്വന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ജയ്, നന്ദി.